ഹേയ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദുബായ് മല്ലുവിൻ്റെ തായ്ലൻഡ് യാത്രയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഏകദേശം 17 ദിവസത്തെ മനോഹരമായ ഈ യാത്രയുടെ വിശേഷങ്ങൾ മുഴുവൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാനായി എത്തിയ സുഹൃത്തിന് വല്ലാത്തൊരു സംശയം. ഞങ്ങളുടെ പെട്ടിയും കിടക്കയുമായുള്ള പോക്ക് കണ്ടപ്പോൾ ഇനി തിരിച്ചു വരാൻ പ്ലാനില്ലേ എന്ന്. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിലുള്ള എല്ലാ പെട്ടിയും പിറക്കിയാണ് മല്ലു ഫാമിലിയുടെ പോക്ക്. ഞങ്ങളുടെ എല്ലാ യാത്രയും പോലെ ബാഗേജ് ചെക്കിങ്ങിൽ അവസാനത്തേതിൽ ആദ്യം ഞങ്ങളെത്തി. ഞങ്ങളില്ലെങ്കിലും അവർ പോകുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ബോർഡിംഗ് പാസ് കിട്ടിയ ഉടനെ ഗേറ്റിലേക്ക് വിട്ടടിച്ച് നടന്നു. ആദ്യം നല്ല ത്രില്ലിലൊക്കെ ആയിരുന്നെങ്കിലും കാത്തിരുന്ന് മല്ലുവിൻ്റെ കിളി പോയി. മല്ലു ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പരതി. മറ്റേതെങ്കിലും ഫ്ലൈറ്റിൽ കയറി പോകാൻ പറ്റുമെന്ന് വരെ നോക്കാനുണ്ടായിരുന്നു. ഒടുവിൽ ആ സന്തോഷ വാർത്ത ഞങ്ങളെയും തേടിയെത്തി. ഗേറ്റ് തുറന്നിരിക്കുന്നു. പെട്ടിയും കിടക്കയും കയ്യിലെടുത്ത് പിന്നെ ഒറ്റ വിടലായിരുന്നു. എന്താ സന്തോഷം! അവധി അടിച്ചു പൊളിക്കാനുള്ള പോക്കാ. ഇനി തായ്ലൻഡിൽ കാണാം. എയർ ഹോസ്റ്റസ് ചേച്ചി സന്തോഷത്തോടെ മല്ലു ഫാമിലിയിലെ ഫ്ലൈറ്റിലോട്ട് കയറ്റി. അയ്യോ, ഇതൊരു ഡ്രീം ലൈനർ ഫ്ലൈറ്റ് ആണല്ലോ. മല്ലു ഫാമിലി ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അത് ഭാവിക്കാതെ അങ്ങിരുന്നു. വീട്ടിൽ ടാബിൽ ഗെയിം കളിക്കാൻ അവസരമില്ലാത്തതുകൊണ്ട് എങ്ങനെ ഫ്ലൈറ്റിൽ ഗെയിം കളിക്കാമെന്നതായിരുന്നു മല്ലുവിൻ്റെ ആദ്യത്തെ ചിന്ത. ഒടുവിൽ മല്ലു എന്തൊക്കെയോ ഞെക്കി സ്ക്രീൻ അൺലോക്ക് ചെയ്തു. മനസ്സിലുള്ള പേടി പുറത്തു കാണിക്കാതെ പുറമെ ചിരി കാണിച്ചുകൊണ്ട് മല്ലു ഫാമിലി ടേക്ക് ഓഫ് വരെ എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നു. ഒടുവിൽ അവർ ഞങ്ങളെ ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചു. ഇന്റർനാഷണൽ ട്രാൻസിറ്റിലേക്ക് പോകും വഴി എയർപോർട്ടിൻ്റെ ആ മനോഹാരിത ആസ്വദിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് സലീകുമാറിൻ്റെ ആ മുദ്ര ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര ശ്രദ്ധിച്ചെങ്കിലും ഒന്നും മനസ്സിലാവാത്തതുകൊണ്ട് മല്ലു ഫാമിലി പതിയെ മുന്നോട്ട് നടന്നു. എസ്കലേറ്ററിൽ കയറിയ മല്ലുവിനോട് മുദ്ര കാണിക്കാൻ പറഞ്ഞപ്പോൾ മല്ലുവിനറിയാവുന്ന ഏക മുദ്ര കാണിച്ചുകൊണ്ടേയിരുന്നു. ഡൽഹി എയർപോർട്ടിൻ്റെ അകത്തും പുറത്തും മനോഹരമായ കാഴ്ചകൾ, അതെല്ലാം ആസ്വദിച്ച് മല്ലു ഫാമിലി മുന്നോട്ട് നടന്നു. പോകുന്ന വഴിക്ക് ചായക്കടയിൽ കയറി ഒരു ചായയും 2 സമോസയും വെച്ച് എല്ലാവരും ഒന്ന് തട്ടി. കുറച്ചു നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ബാങ്കോക്കിലേക്കുള്ള ഫ്ലൈറ്റിലേക്ക് ഞങ്ങളെ വിളിച്ചു കയറ്റി. കയറിയതു മുതൽ ഫ്ലൈറ്റിലാകെ യൂറോപ്പിനെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഒരു മഞ്ഞുമയം. അത് ശരിക്കും ആസ്വദിച്ചു കുട്ടികൾ. അങ്ങനെ ഏകദേശം 4.5 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം പൈലറ്റ് ഞങ്ങളെ ബാങ്കോക്കിൽ ഇറക്കാമെന്ന് അറിയിച്ചു. സുന്ദരമായ ആ നഗരം ഞങ്ങൾ ആകാശത്തു നിന്നും കണ്ട് ആസ്വദിച്ചു. വലിയ കെട്ടിടങ്ങളും മേൽപ്പാലങ്ങളും തോടുകളും, ആകെ മൊത്തം വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലങ്ങൾ. ലാൻഡിങ്ങിനിടെ ഫ്ലൈറ്റിന്റെ വിങ്സിന്റെ ചില ഭാഗങ്ങൾ പൊന്നു കണ്ടപ്പോൾ മല്ലുവിന്റെ ചങ്കൊന്നിടിച്ചു. യന്ത്രങ്ങളുടെ പ്രവർത്തനം വശമില്ലാതിരുന്നുകൊണ്ട് ആദ്യം മൊത്തത്തിലൊന്ന് പേടിച്ചു. ഒടുവിൽ ലോകത്തിലെ തന്നെ തിരക്കേറിയ എയർപോർട്ടുകളിലൊന്നായ സുവർണഭൂമി എയർപോർട്ടിൽ മല്ലുവും ഫാമിലിയും കാലുകുത്തിയിരിക്കുന്നു.
ബാങ്കോക്ക് ഫെസ്റ്റിവലിനെ പറ്റി കണ്ടതു മുതൽ മുന്നേ നടക്കുന്നവരെ തട്ടി വീഴ്ത്തിയിട്ടായാലും പുറത്തു കിടക്കണമെന്നായി മല്ലുവിന്. അങ്ങനെ മല്ലു ഫാമിലി കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നടക്കുമ്പോഴാണ് ദേ വരുന്നു അവരുടെ നാട്ടിൽ നിന്നും കുറച്ചുപേർ, എമിറേറ്റ്സ് എയർലൈൻസ് ക്യാബിൻ ക്രൂ. അവരെ കൈ കാണിച്ചുകൊണ്ട് മല്ലു ഫാമിലി മുന്നോട്ട് നടന്നു. ഇമിഗ്രേഷൻ ക്ലിയറൻസിന് വേണ്ടി കടക്കാൻ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്. പുറത്ത് കിടക്കാനുള്ള ആവേശത്തിൽ മല്ലു എവിടെയോ വഴിതെറ്റി പോയിരിക്കുകയാണ്. ഒടുവിൽ എവിടേക്കോ കറങ്ങി ഇതാ തിരിച്ചെത്തിയിട്ടുണ്ട്. അങ്ങനെ മല്ലു കുടുംബം ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് നടന്നു. അങ്ങനെ അവിടെ വെച്ചിരിക്കുന്ന രേഖാചിത്രം നോക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് 1ാമത്തെ ഫ്ലോറിൽ പോയാലാണ് ടാക്സി കിട്ടുക എന്ന്. അങ്ങനെ അവിടെ ചെന്ന് ഒരു SUV ടാക്സിയും എടുത്ത് ഞങ്ങളുടെ കയ്യിലുള്ള പെട്ടിയും കിടക്കയുമായിട്ട് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് തായ്ലൻഡിലെ തന്നെ 7 സ്റ്റാർ ഹോട്ടലിനെ പോലും വെല്ലുന്ന സുഫാൻ ലേക്ക് ഹോംസ്റ്റേ എന്ന ഹോട്ടലിലാണ്. നേരത്തെ തന്നെ ബുക്ക് ചെയ്തതുകൊണ്ട് സമയം അധികം എടുക്കാതെ തന്നെ ഞങ്ങൾക്ക് റൂം അവർ തന്നു. റൂമിലേക്ക് പോകുന്ന വഴിയിൽ ആമസോൺ കാടുകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ ഒരു ഏരിയ. അതിലൂടെ ഞങ്ങൾ പതിയെ റൂമിലേക്ക് നടന്നു. ഓ, ഇത് അടിപൊളിയാണല്ലോ. കുടുംബമായിട്ട് ഇടയ്ക്ക് വന്നിരിക്കാനും സമയം ചെലവഴിക്കാനും പറ്റിയ ഒരു ആംബിയൻസ്. അതിമനോഹരമാണ് ഈ സ്ഥലം കേട്ടോ. റൂമിൽ വന്ന് നേരെ ഡ്രസ്സ് മാറി സ്വിമ്മിംഗ് പൂളിലേക്കുള്ള ഓട്ടം കണ്ടപ്പോൾ അവരൊന്ന് ഞെട്ടി. ഏതോ വെള്ളം കാണാത്ത നാട്ടിൽ നിന്നാണോ ഇവർ വരുന്നതെന്ന് അവർക്ക് തോന്നി. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അതുപോലെ ആയിരുന്നു ഞങ്ങളുടെ ഓട്ടം. സ്വിമ്മിംഗ് പൂളിലെ കുളി മല്ലു കുടുംബം ശരിക്കും ആസ്വദിച്ചു. അതിനിടയിൽ വിക്രമാദിത്യനും വേതാളവും പോലെ രണ്ടുപേരവിടെ നീന്തി കുളിക്കുന്നുണ്ടായിരുന്നു. കുളി കഴിഞ്ഞ് ഫ്രഷായി ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ചെന്നിരിക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും മഴ തുടങ്ങി. അതിമനോഹരമായിരുന്നു കേട്ടോ ആ കാഴ്ച. മരുഭൂമിയിലെ കൊടിയ ചൂടിൽ നിന്നും എത്തിയ മല്ലു ഫാമിലി തായ്ലൻഡ് ശരിക്കും ആസ്വദിച്ചു തുടങ്ങിയിരിക്കുന്നു.